നമസ്കാരം. ഫ്രാൻസിൽ നിന്നുള്ള ഒരു വാർത്ത കൂടി നമുക്ക് കേൾക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം സ്കൂളിനുള്ള ധനസഹായം നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫ്രാൻസ്. തീവ്ര ഇസ്ലാമിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പുതിയ തീരുമാനത്തിലേക്ക് ഫ്രാൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം ധനസഹായം നിർത്തലാക്കാൻ തീരുമാനിച്ചതിനെതിരെ സ്കൂൾ അധികൃതർ അടക്കം ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സർക്കാരിൻ്റെ ധനസഹായം നൽകുന്ന ഫ്രാൻസിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം സ്കൂളാണ് ഈ അവീറോസ് എന്ന് പറയപ്പെടുന്ന സ്കൂള്. എന്നാൽ ഇപ്പോൾ ആ ധനസഹായം നിർത്തലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അത്തരത്തിലൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഫ്രാൻസിലെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഭരണപരാജയങ്ങളും ഒപ്പം തന്നെ വിദ്യാഭ്യാസ നയങ്ങളിലെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളുമാണ് ധനസഹായം നിർത്താനുള്ള കാരണമായി സർക്കാർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരുപക്ഷെ എവറോസ് അടച്ചുപൂട്ടാനും സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തീവ്ര ഇസ്ലാമിക് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്രത്തിനാകും പൂട്ടുവീഴുക എന്നുള്ളതാണ് പറയാൻ കഴിയുക. ഫ്രാൻസിൻ്റെ വളരെ കാലോചിതമായൊരു തീരുമാനം. ഇസ്ലാമിക് എവറോസ് ഹൈസ്കൂളുകൾ 2003 വടക്കൻ നഗരമായിട്ടുള്ള ലില്ലിലാണ് ഇത് ആരംഭിച്ചത്. ഈ രാജ്യത്തെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു മുസ്ലിം വിദ്യാലയമാണ് ഇത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഏകദേശം 800ഓളം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഫ്രഞ്ച് എന്ന് പറയപ്പെടുന്നത് പാഠ്യപദ്ധതിയായാണ് പഠിക്കുന്നത് എങ്കിലും അവർക്ക് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസവും ഇവിടെ നിന്ന് കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സാമ്പത്തിക തട്ടിപ്പുകളും സ്കൂളിൽ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നൽകുന്ന സൂചന. വിദ്യാഭ്യാസം പോലും ഫ്രഞ്ച് മൂല്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരുന്നില്ല അവിടെ നടത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഫ്രഞ്ച് സർക്കാരിൻ്റെ ഈ തീരുമാനത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ രോഷാകുലരാണ്. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഈ തീരുമാനം എന്ന് പറയപ്പെടുന്നത് നടപ്പാക്കിയാൽ തന്നെ അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ അടക്കം ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായത്? രാജ്യത്തെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സ്കൂളിനുള്ള ധനസഹായം നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഫ്രാൻസിനെ കൊണ്ടെത്തിച്ചത് എന്താണ്? തീവ്ര ഇസ്ലാമിനെ എതിരായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു പുതിയ തീരുമാനം ഫ്രാൻസ് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ ധനസഹായം നിർത്താൻ തീരുമാനിച്ചതിനെ ഇപ്പോൾ സ്കൂളിൻ്റെ അധികൃതർ അടക്കം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. സർക്കാരിൻ്റെ ഈ ധനസഹായം നൽകുന്ന ഒരവസ്ഥയിൽ തന്നെ ഫ്രാൻസിലെ ഏറ്റവും വലിയ മുസ്ലിം സ്കൂളുകളിൽ ഒന്നായിട്ടുള്ള അവീറോസിന് ഫ്രാൻസ് ഇപ്പോൾ ധനസഹായം നൽകാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ആ ധനസഹായം നിർത്തലാക്കാനുള്ള ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് ഫ്രാൻസ് എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ലോകം മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും. ഭരണപരാജയങ്ങളോ വിദ്യാഭ്യാസ നയങ്ങളിലെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് പറയുന്നത്. ഭരണപരാജയമുണ്ട്, അത് മാത്രമല്ല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന സംശയപരമായിട്ടുള്ള കാരണങ്ങൾ. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ സംശയപരമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനുള്ളിൽ വിദ്യാഭ്യാസ സ്കൂളിൽ നടക്കുന്നത്? ഈ എവറോസ് അടച്ചുപൂട്ടുവാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇത് പോകുന്നത്. കാരണം തീവ്ര ഇസ്ലാമിക് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രത്തിനാകും പൂട്ടുവീഴാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇസ്ലാമിക് എവറോസ് സ്കൂള് എന്ന് പറയപ്പെടുന്ന 2003 ആരംഭിക്കപ്പെടുന്നതാണ്. ആരംഭിക്കപ്പെട്ട ആ സ്കൂളിൽ ഈ രാജ്യത്തെ ആദ്യത്തേതും ചിലപ്പോൾ ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു മുസ്ലിം വിദ്യാലയമാണ് ഫ്രാൻസിൽ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത്. ഇവിടെ തീവ്ര ഇസ്ലാമിക ബന്ധം ആരംഭിക്കുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നയപരമായ തീരുമാനങ്ങൾ തന്നെ അവിടെ കൈക്കൊള്ളാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഇവിടെ ഫ്രഞ്ച് പാഠ്യപദ്ധതികൾ ഉപയോഗിച്ചാണ് ഇവർ പഠിപ്പിക്കുന്നത് എങ്കിലും ഇവിടെ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കൂടുതലായിട്ട് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ എവിടുന്നാണ്? ഈ സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള നടപടികളാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതടക്കമുള്ളവയിൽ ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ വളരെ രോഷാകുലരായി മാറുകയാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയിലൂടെ. കാരണം ഫ്രഞ്ച് സർക്കാരിൻ്റെ ഈ തീരുമാനം നടപ്പാക്കപ്പെടുകയാണെങ്കിൽ അതിനെതിരെ കോടതിയൊക്കെ സമീപിക്കാൻ ഒരുങ്ങുകയാണവർ. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഫ്രാൻസിന് തന്നെ അപകടകരമാകുന്ന ഒരു മേഖലയിലേക്ക് പോകുമെന്നുള്ള വസ്തുതകൾ വരുന്നുണ്ട്. കാരണം തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് എതിരെയാണ് ഫ്രാൻസിൻ്റെ ഈ ഒരു തീരുമാനം എന്നുള്ളത് ലോകം മുഴുവനും ഉറ്റുനോക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും.